ഒരു റീലെടുക്കാനുള്ള കഷ്ടപ്പാടി. ഹലോ നമസ്കാരം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ മോസ്റ്റ് ഫേമസ് ഫുഡ് ഇൻ എമംഗ് റെസ്റ്റോറൻറ്റ്സ്. ഞാൻ ജർമ്മനി വന്നതിന് ശേഷം ആദ്യമായിട്ട് കറി വെക്കാൻ പഠിച്ച ഒരു സംഭവം ഉണ്ട്. ഈ ക്യാൻറ്റീനുള്ളിൽ കുഞ്ഞിരിക്കുന്ന ടൂണ. ആക്ച്വലി ഇതാണ് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എന്നെ ഒരുപാട് ദിവസം സർവൈവ് ചെയ്യാനായിട്ട് സഹായിച്ച സംഭവം. ഇത് സാധനം ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു. സവോളയിൽ നിന്നാണ് ഇതിൻ്റെ ഇന്ന് വെക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം വെച്ചത് പോലൊക്കെ തന്നെയാണ്. അതായത് തക്കാളി ഒന്നും ഇല്ലാതെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിടും. പിന്നെ ടൂണെ ഇഞ്ചി റെഡി. ഇനി ഞാൻ വെളുത്തുള്ളി എടുക്കാം. നമുക്ക് ടൂണ വെക്കാനായിട്ട് ഈ പാത്രം എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സോണ്ടൻ ബ്ലൂമൻ ഓയിലാണ്. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി നോക്കാനായിട്ട് ഞാൻ ഒരു കടുകുമണി ഇടും. പൊടുന്നുണ്ടല്ലേ സോച്ചിടാം. ചെമ്മ ചൂട് പോകുന്ന എനിക്ക് തോന്നുന്നത്. എന്താണ് കുഴപ്പമില്ല. ഇനി ഇവിടെ യുദ്ധമായിരിക്കും. ഞാനും കടലും തന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാവരും മനക്കാൻ പറ്റണം. അങ്ങനെ കുറച്ച് നേരം ഇളക്കി ഞാൻ മടുക്കുമ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇടും. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നാട്ടിൽ നിന്ന് ഞാൻ പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ട് വന്ന ഫിഷ് കറി മസാലയുണ്ട്. ഈ മസാല ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ രുചി സെറ്റ് ചെയ്യും. ആക്ച്വലി ഈ മസാലയാണ് നല്ലതായിരിക്കുന്നത്. ഈ മസാല ഇല്ലാത്തവർക്ക് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ രുചി കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ കുറ്റം പറ്റും പറയല്ലേ. ഇത് നാട്ടിൽ നിന്നും നമ്മൾ കട്ടപ്പനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. വഴറ്റി സെറ്റാക്കി എടുത്ത് കഴിയുമ്പോൾ ചൂണ ഇടും. കൂടി നമ്മൾ കറി റെഡിയാവും. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മളൊരു ചൂണക്കറി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കറിയാണ് ചൂടിൻ്റെ കൂടെ വായി വെക്കാൻ കൊള്ളുന്ന രീതിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചൊരു കറി. ഇങ്ങനെയാണ് എന്നെപ്പോലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചെയ്യുമ്പോൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് പഠിച്ചു, അതിനുശേഷം ചീഞ്ഞിട്ട് വെക്കാൻ പഠിച്ചു. അങ്ങനെ ഇപ്പോൾ കുറച്ച് കറികളൊക്കെ വെക്കാനൊക്കെ അറിയാം. ചൂട് വെക്കും. അപ്പം നാട്ടിലെ ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. എന്തൊക്കെ വേണ്ടി മൊത്തം കിച്ചൺ ഞാൻ